മാഡത്തെ കുറിച്ചൊരു വിവരമില്ല. ഇന്ന് നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? എനിക്ക് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടണില്ല. പോലീസ് ഇന്നലെയും സ്വാമിയുടെ നിന്റെ വീട്ടിൽ ചെന്നിരുന്നു എന്ന് പറഞ്ഞു. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. എടാ ദിലീപേ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ആ സതീഷ് നായരെ വിളിച്ചു വരുത്തിയാലോ? നീ നടക്കുന്ന കാര്യമല്ലോ നീ പറ. അതല്ലട സാബു, അപ്പു പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്ക് ആ വഴിക്ക് നീങ്ങിയാലോ? അന്ന് മാഡം പറഞ്ഞതുമാണ് വിളിക്കാൻ. ഇനി സതീഷ് നായർ വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഹലോ ഹലോ, സതീഷ് നായർ, സതീഷ് നായർ പ്ലീസ്. ഹലോ സതീഷ് നായർ, മിസ്റ്റർ സതീഷ് നായർ ഫ്രം കേരള. ഇന്ത്യ എന്ന് പറയടാ. ഹലോ സതീഷ് നായരാണോ? ഇത് കേരളത്തിൽ നിന്നാണ്. ഞാൻ ദിലീപാണ്. ഹലോ, ഞാൻ ദിലീപ്. അതെ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെ, കുറച്ചു ദിവസമായിട്ട് മാഡത്തെ കാണുന്നില്ല. എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. പെട്ടെന്ന്. അതെ, ആ ബാക്കി ആരെങ്കിലും നേരിട്ട് സംസാരിക്കാം. ആ ശരി 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 ശരി, ഓക്കെ. എനിക്കറിയേണ്ടത്, ഇത്രയും സീരിയസ് ആയ ഒരു സംഭവം ഉണ്ടായിട്ട് എന്നെ എന്തുകൊണ്ട് ഇതുവരെ അറിയിച്ചില്ല? അത് മാഡം പല പ്രാവശ്യം വിളിക്കാൻ പറഞ്ഞ, പക്ഷെ ഞങ്ങളെ പറഞ്ഞ വേണ്ടാന്ന്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ലൂക്കോച്ചൻ പേട്ടയുടെ സ്ഥിരം താവളങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയോ നിങ്ങൾക്ക്? അയാൾക്ക് ഇവിടെ ഒരു വീടുണ്ട്, പക്ഷെ അത് പൂട്ടിയിട്ടിരിക്കുക. അയാളുടെ 2 ബ്രദേഴ്സിനെ കുറിച്ച്? അവരെ കുറിച്ചും വിവരമൊന്നുമില്ല. ഹലോ, ഞാനാണ് എബ്രഹാം ജോൺ. ആ പേട്ടമാരെ കുറിച്ചുള്ള സകല വിവരവും കിട്ടിയിരിക്കണു. ജോണേട്ടനാ പേട്ടമാരെ കുറിച്ചുള്ള വിവരം കിട്ടിയെന്ന്. ഞാൻ സതീഷ് നായർ. നമസ്കാരം സാർ. ഞാൻ പേട്ടമാരെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. പറയൂ. പേട്ടമാർ 3 അല്ല സാർ, 4 എണ്ണം ഉണ്ട്. 4ാമത്തേത് സെബാസ്റ്റ്യൻ പേട്ട. വീടും വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.